അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകൾ ഹൂത്തികൾ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നു. ഹൂത്തികൾ തൊടുത്തുവിട്ട 40ഓളം ഡ്രോണുകൾ അമേരിക്കൻ നാവികസേന വെടിവെച്ചിട്ടു എന്ന വാർത്തയും വരുന്നുണ്ട്. ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കടുത്തു വരുമ്പോൾ വി പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് വി പി ജെയിംസ്. ഹായ്. 3 ഹായിലേക്ക് നമ്മൾ കിടക്കുന്നു. വി പി എന്തിനാ ഹായ് പറയുന്നതെന്നൊക്കെ ചില പ്രേക്ഷകർ ചോദിക്കുന്നു. ഹായ്ക്ക് ഒരു അർത്ഥം ഉണ്ടെന്നുള്ളത് അറിയട്ടെ. എല്ലാവർക്കും ഉള്ള ഒരു അഭിവാദ്യമാണ് ഹായ് മൈ വ്യൂവേഴ്സ് എന്നുള്ള ചുരുക്കിയായിരിക്കും പറയുന്നത് അല്ലേ? പ്രേക്ഷകരോടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൂത്തികളുടെ ഈ ഡ്രോണിന്റെ കാര്യം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഈ റമദാന് മുമ്പ് താൽക്കാലികമായി വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ ആശിച്ചതാണ്. പക്ഷെ അതിനുള്ള വഴികൾ കാണുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നാളെ റമദാൻ മാസം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സൂചനകളുള്ളത്. സ്വാഭാവികമായിട്ടും ഈ റമദാൻ കാലത്ത് എല്ലാവരും നോമ്പെടുത്ത് ഫാസ്റ്റിങ്ങിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു യുദ്ധം ഒരു തരത്തിലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ യുദ്ധം അവിടെ അതിൻ്റെ കാര്യത്തിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന് വിപരീതമായിട്ട് യുദ്ധം കൂടുതൽ മുറുകുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. പ്രത്യേകിച്ച് യമനിലെ ഹൂതികൾ അവരവിടുത്തെ ട്രൈബൽസ് ആണ്, ഷിയ വിഭാഗത്തിലെ. പക്ഷേ യമനിൽ നിന്ന് അവർ ഇത്രയും മാത്രം അറ്റാക്ക് അമേരിക്കയും ബ്രിട്ടനും ഒന്നിനു പുറകെ ഒന്നായി പലതവണ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടും അവർ തളർന്നിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇപ്പോഴും അവർ 40ഓളം ഡ്രോണുകളും മിസൈലുകളും അമേരിക്കൻ ചരക്ക് കപ്പലിന് നേരെയും ഫോർച്യൂണർ എന്ന കപ്പലിന് നേരെയും അപ്പുറത്ത് ബ്രിട്ടീഷ് പടക്കപ്പലിന് നേരെയും അവർ ഡ്രോണുകൾ അയച്ചു. അതെല്ലാം വെടിവെച്ചിട്ടു എന്നാണ് അവകാശപ്പെടുന്നത് അമേരിക്ക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബാർബഡോസിൻ്റെ ഒരു കപ്പൽ, ഫ്ലാഗുള്ള ഒരു കപ്പൽ തകർത്തത്. അത് മുങ്ങിപ്പോയി എന്ന് മാത്രമല്ല അതിലെ 23 പേർ കൊല്ലപ്പെട്ടു. 21 പേരെ ഇന്ത്യൻ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ ഹൂതികൾ ചെങ്കടലിലും അതുപോലെ തന്നെ പോർട്ട് ഓഫ് ഏതനിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഗസയിൽ പുതിയ ആക്രമണത്തിൻ്റെ വാർത്തകൾ വരുന്നു. മരണസംഖ്യ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 31,000-ൽ എത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ഓരോ ആഴ്ച വെച്ച് 1000 പേർ ശരാശരി കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഈ സംഖ്യ പറയാൻ പോലും സങ്കടം തോന്നുന്നു. കാരണം 31,000 മനുഷ്യരാണ് ഈ ഈഗോയുടെ പേരിൽ ഇസ്രായേലും ഈ പാലസ്തീൻ പ്രശ്നത്തിൻ്റെ പേരിൽ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടതെന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ ഞെട്ടിക്കുന്നതാണ്. സമാധാന ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. കെയ്റോയിൽ നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടു. അപ്പോൾ റമദാൻ മാസത്തിന് മുമ്പ് വെടിനിർത്താനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ ഏറെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത് ഈ റഫയിലെ പാർപ്പിട സമുച്ചയത്തിന് മേൽ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ സേന. അതൊരു സൂചന കൂടിയാണ്. പ്രത്യേകിച്ച് റഫ ബോർഡർ എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്ന് നേരെ കിടക്കുന്നത് ഗസയിലെ അതിർത്തിയിലേക്കാണ്. അവിടെയാണ് റഫ നഗരമുള്ളത്. റഫ നഗരത്തിൽ ഇപ്പോൾ 15 ലക്ഷം പേരുണ്ട്. എല്ലാ സ്ഥലത്തും ആക്രമണം നടന്നപ്പോൾ അവസാനം അവരൊക്കെ ഓടി ഒളിക്കാൻ അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ തമ്പടിച്ചിരിക്കുന്നത് റഫയിലാണ്. റഫയിലെ പാർപ്പിട സമുച്ചയം തകർത്തിരിക്കുന്നു. ഇനി റഫയിലേക്ക് കരയുദ്ധം ആരംഭിക്കുമെന്ന സൂചനകൾ വരുന്നു. അങ്ങനെ വന്നാൽ മരണസംഖ്യ വല്ലാതെ കൂടും. ലോകരാജ്യങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അമേരിക്കയും യൂറോപ്പും അടക്കം അറബ് രാജ്യങ്ങൾ, ഒരു തരത്തിലും റഫയിലേക്ക് ആക്രമണം നടത്തരുത്. പക്ഷേ ഇസ്രായേൽ അതിനും തയ്യാറായി നിൽക്കുന്നുവെന്ന നമ്മൾ അമ്പരപ്പിക്കുന്ന വാർത്ത കൂടിയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ജെയിംസെ, ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടയെ തൂക്കിലേറ്റിയത് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് അബദ്ധം പറ്റിയെന്ന രീതിയിൽ കോടതിയിൽ ചർച്ചകൾ നടക്കുന്നു. എന്തൊരു അലംഭാവമാണ് ഈ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രമല്ല മേനസർ ഭൂട്ടയുടെ ഭർത്താവ് ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ പ്രസിഡന്റായി എന്ന വാർത്തയും വരുന്നു. എന്തായാലും ഈ ഭൂട്ടോയുടെ തൂക്കിലേറ്റിയ സംഭവം അത് നിയമങ്ങൾക്ക് പിഴവ് പറ്റി കോടതിക്ക് അബദ്ധം പറ്റിയെന്ന രീതിയിൽ ഇപ്പോൾ ചർച്ച നടന്നതിൽ എന്തർത്ഥമാണുള്ളത് ശരിക്കും? ഒരുപക്ഷെ ഇങ്ങനൊരു വലിയ ചർച്ച 44 വർഷം കഴിഞ്ഞു സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിലേറ്റിയിട്ട്. അന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടതാണ് അന്നത്തെ പ്രസിഡന്റ് സിയാവുൾ ഹക്കിനോട്. അദ്ദേഹം പട്ടാള ജനറൽ ആയിരുന്നു എന്ന് മാത്രമല്ല, സുൽഫിക്കർ അലി ഭൂട്ടോയാണ് വളരെ ജൂനിയറായിരുന്ന സിയാവുൾ ഹക്കിനെ മറ്റുള്ളവരുടെ മേൽ പ്രതിഷ്ഠിച്ച് പട്ടാള ജനറലാക്കിയത്. അപ്പോൾ എന്താ പറയുക, കൊടുത്ത കയ്യിൽ തന്നെ കൊത്തു കിട്ടി എന്ന രീതിയിലാണ് അദ്ദേഹം ഒരുപക്ഷെ തൂക്കിലേറ്റപ്പെടാൻ അദ്ദേഹത്തിന് വിധിയുണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ, ഇഫ് ഐ ആം അസാസിനേറ്റഡ് എന്ന ആ പുസ്തകത്തെക്കുറിച്ച്. എന്നെ കൊലപ്പെടുത്തിയാൽ, എന്നെ തൂക്കിലേറ്റിയാൽ ഈ രാജ്യം തന്നെ തകരുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന് അദ്ദേഹം പ്രവചിച്ചത് ഏതാണ്ട് ശരിയായി നിൽക്കുകയാണ്. അതിനിടയിൽ ഈ കേസുമായി രംഗത്ത് വന്നത് ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവ് ആസിഫ് സർദാരിയാണ്. അദ്ദേഹം 2ാം തവണ, നേരത്തെ 2008 മുതൽ 2013 വരെ ആസിഫ് സർദാരി പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും
തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രസിഡന്റായിട്ട്. അത് നമുക്കൊക്കെ അറിയുന്ന പോലെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ കോ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അതൊരു ഡീലാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നവാസ് ഗ്രൂപ്പിൻ്റെ നേതാവായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആയതോടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ആൾക്കായിരുന്നു പ്രസിഡന്റ് സ്ഥാനമെന്ന് തീരുമാനിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ബെനസീർ ഭൂട്ടോയുടെയും മകൻ ബിലാവൽ ഭൂട്ടോ പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള പ്രതീക്ഷകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ ഭൂട്ടോയെ തൂക്കിക്കൊന്നത് തെറ്റായിപ്പോയി എന്നുള്ള വാദവുമായിട്ട് കേസ് കൊടുത്തത്. ആ കേസിലാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ ഈ തരത്തിൽ കുറ്റസമ്മതം നടത്തിയത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, മിയാ കുൾപ്പ മാക്സിമ കുൾപ്പ, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന രീതിയിൽ പാകിസ്ഥാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. 44 വർഷത്തിന് ശേഷം എസ് കെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരാളെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇരുന്ന ഒരാളെ, വളരെ പ്രശസ്തനായിരുന്ന ഒരു നേതാവിനെ തൂക്കിക്കൊന്നു കഴിഞ്ഞ് 44 വർഷം കഴിയുമ്പോൾ കോടതിയിൽ വേണ്ടത്ര വിചാരണ നടന്നിട്ടില്ലെന്നും അദ്ദേഹത്തെ തൂക്കിക്കൊന്നത് തെറ്റായിപ്പോയി എന്നുള്ളത് വരുന്നു. എസ് കെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, സിയാവുൾ ഹക്കിനോട് അന്ന് അമേരിക്ക വളരെ ശക്തമായി പറഞ്ഞു തൂക്കിലേറ്റരുത്, ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടില്ല. അതിന് സിയാവുൾ ഹക്കിന് വലിയൊരു ശിക്ഷ കിട്ടി. അമേരിക്കയുടെ അംബാസഡർ അടക്കം യാത്ര ചെയ്യുമ്പോൾ വിമാനം തകർന്ന് സിയാവുൾ ഹക്ക് കൊല്ലപ്പെടുകയായിരുന്നു. അന്ന് സാധാരണ അപകടം എന്നാണ് പറഞ്ഞത്. പിന്നെ CIA ഒരു മുൻ തലവനായിരുന്ന ആൾ പിന്നീട് വെളിപ്പെടുത്തി CIA പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമായിരുന്നു അത്. അതിൽ ബോംബ് വെച്ചിരുന്നു. അത് സിയാവുൾ ഹക്ക് അമേരിക്കയെ ധിക്കരിച്ച് ചെയ്തതിന് സിയാവുൾ ഹക്കിന് ഞങ്ങൾ കൊടുത്ത ശിക്ഷയാണെന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. 1988 സിയാവുൾ ഹക്ക് കൊല്ലപ്പെട്ടത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ അസിഫ് സർദാരി പ്രസിഡന്റ് ആകുമ്പോൾ അന്ന് വരുന്ന വലിയ ആരോപണം ബേനസീർ ഭൂട്ടോ കൊല്ലപ്പെട്ടതിന് പിന്നിൽ അസിഫ് സർദാരിയുടെ കൈയുണ്ടായിരുന്നുവെന്ന് ആരോപിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം 2ാമത്തെ തവണ പ്രസിഡന്റ് ആവുന്നു. മറ്റൊരു കാര്യം കൂടി, ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ ഈ മാലിദ്വീപിന്റെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ഇപ്പോൾ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യയുമായി സംഘർഷം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ പ്രതിപക്ഷ കക്ഷികളുടെ വിമർശനവും മാലദ്വീപിൽ ഉണ്ട്. അതേസമയം ഇപ്പോഴത്തെ പ്രസിഡന്റ് ചൈനയോട് അടുക്കുകയാണ്. SK ഈ മാലദ്വീപ് വല്ലാത്തൊരു ഇതായിട്ട് നിൽക്കുകയാണ്. ചെറിയൊരു ദ്വീപ സമൂഹമാണെങ്കിലും 200 ദ്വീപുകളൊക്കെ ഉള്ളൊരു സമൂഹമാണ്. പക്ഷേ അത് സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ മേധാവിത്വത്തിന് ഒരു ചെറിയ പരിധി വരെ സഹായിച്ചിരുന്നത് മാലദ്വീപും ശ്രീലങ്കയൊക്കെയാണ്. അവിടെയാണ് ചൈന കയറി പിടിക്കുന്നത്. അപ്പോൾ മാലദ്വീപിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ കണ്ടുണ്ടാക്കിയ കരാറും അതേ തുടർന്ന് ഇന്ന് മാർച്ച് 10-ാം തീയതിയാണ് ഇന്ത്യയുടെ ആദ്യ ബാച്ച് സേന പിൻവാങ്ങുകയാണ്. മെയ് 10-ന് മുമ്പ് സേനാ പിന്മാറ്റം പൂർത്തിയാവും. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു സൈനിക സാന്നിധ്യം ഇനി മാലദ്വീപിൽ ഉണ്ടാവില്ല. അതിനു പകരം ചൈന ഫ്രീ ആയിട്ട് സൗജന്യമായി ഈ സൈനിക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നുമാത്രമല്ല ഇപ്പോൾ മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യയെ അനുകൂലിക്കുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയോട് ചെയ്തത് കൊടും പാതകമായി പോയി, ഇന്ത്യയുടെ സഹായത്തിലാണ് മാലദ്വീപ് ഒരുപാട് മുന്നോട്ട് വന്നത്, ആ ഇന്ത്യയെ തന്നെ ചതിച്ചത് ശരിയായില്ല, ഇന്ത്യയോട് ഞങ്ങൾ മാപ്പ് പറയുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ ഇന്ത്യ മാലദ്വീപിൽ 1-ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ 6-ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. ഇന്ത്യക്കാരങ്ങോട്ട് പോകുന്നില്ല, ചൈനക്കാർ കൂടുതലായിട്ട് വരുന്നു, മറ്റു രാജ്യക്കാരാണ് ഇപ്പോൾ അവിടെ വരുന്നത്. വലിയ തകർച്ചയുണ്ടായിരിക്കുന്ന മാലദ്വീപിന്. അതുകൊണ്ട് ടൂറിസം തിരിച്ചു വരണം, ഇന്ത്യ സഹായിക്കണമെന്ന് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് പറയുന്നു. പക്ഷേ മൊയ്സുവിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായിട്ടില്ല. പ്രതിപക്ഷ പാർട്ടികളൊക്കെ മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. SK താങ്ക് യു.